ആരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലുത്? നമ്മുടെ ദൈവമാണോ, നമ്മുടെ കൂടെയുള്ളവരാണോ? ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മെ അലട്ടാറുണ്ട്. ഇവിടെയാണ് വിശ്വാസികളുടെ പിതാവെന്ന് തലമുറകൾ വാഴ്ത്തുന്ന അബ്രഹാമും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ വൃദ്ധ പിതാവിൻ്റെ മനസ്സൊന്ന് ഓർത്തു നോക്കി. ഭാര്യ ഇസഹാക്കിനെ ബലിയർപ്പിക്കുകയാണെങ്കിൽ തനിക്ക് തൻ്റെ ഭാര്യയെ നഷ്ടപ്പെടും. ഒരേ സമയം മകനെയും ഭാര്യയെയും നഷ്ടപ്പെടുവാനായിട്ട് പോകുന്ന ഒരു വൃദ്ധ പിതാവ്. എങ്കിലും ആ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഇസഹാക്കിനെ കണ്ടിട്ടല്ലല്ലോ ഞാൻ നിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത്, നിന്നെ മാത്രം കണ്ടിട്ടാണ്. അതിനാൽ നിനക്കും എനിക്കുമിടയിൽ ഇസഹാക്ക് ഒരു തടസ്സമാണെങ്കിൽ എനിക്കവനെ വേണ്ട. പ്രിയപ്പെട്ടവരെ, പറ്റുമോ? ദൈവമേ, നിനക്ക് വേണ്ടി എനിക്ക് പ്രിയപ്പെട്ടതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, പറ്റുമോ? ദൈവമേ, നിനക്ക് വേണ്ടി എൻ്റെ ചുറ്റുമുള്ള പലതിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, പറ്റുമോ? നിനക്ക് വേണ്ടി ദൈവമേ, ഞാൻ എന്നെ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.